പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ ആ ഒരു വീടിന്റെ പടിയിറങ്ങി പോവാണ്. വിക്രമിനെയും ആ വീട്ടുകാരെല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് വേദ തന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവാണ്. കമലമ്മയുടെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടായിരിക്കും വേദ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്നതിന് മുൻപേ തന്നെ വേദ ഇങ്ങനെ വിക്രമിനോട് ചോദിക്കുന്നത്, ഒരിക്കൽ പോലും നിങ്ങൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഒരു ഭാര്യ എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം എന്നോട് തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഒരു ഭാര്യ എന്ന ഇഷ്ടമൊന്നും ഒരിക്കലും എനിക്ക് നിന്നോട് തോന്നിയിട്ടില്ല. വിക്രം തന്റെ മനസ്സ് തുറന്നു പറയുന്നതോടുകൂടി തന്നെ പിന്നീട് തനിക്ക് അവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന കാര്യം വേദക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ വേദ ആ ഒരു വീട്ടിൽ നിന്നും പടിയിറങ്ങി പോവാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ വേദ അവിടെ നിന്നും പടിയിറങ്ങി പോകുന്നത്. വേദ നേരെ തിരിച്ചു ചെല്ലുന്നത് തന്റെ വീട്ടിലേക്കായിരിക്കും. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന വേദയോട് അവിടെ വെച്ച് ആരും ഒന്നും ചോദിക്കുന്നില്ല. വേദ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്തിന് വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും അതുപോലെ വർഷയും ശ്രീകാന്തും എല്ലാവരും ഉണ്ടായിരിക്കും. വേദ വീട്ടിലേക്ക് വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറിക്കോട്ടെ, ഇനി മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയും. അന്നേരം വർഷ ചോദിക്കുന്നതിന്, എല്ലാം ഉപേക്ഷിച്ചിട്ടാണോ നീ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ ഒന്നും തന്നെ പറയുന്നില്ല. വേദ വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറഞ്ഞിട്ട്, നീ എന്താ വന്നിട്ട് പുറത്ത് തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വായോ എന്ന് പറഞ്ഞ് സ്വീകരിക്കും. എന്നിട്ട് പത്മത്തിനോട് പറഞ്ഞിട്ട്, നീ അവളെ വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയിരുത്തെന്ന് പറയും. വേദ വളരെയധികം മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം ശങ്കരനാരായണന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വേദയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവളോടൊന്നും ചോദിക്കരുതെന്ന് ശങ്കരനാരായണൻ ആദ്യം തന്നെ എല്ലാവരെയും താക്കീത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുറിയിലേക്ക് തിരിച്ചെത്തുന്ന വേദയാണെങ്കിൽ ആകെ വിഷമിച്ച് വിക്രമിന്റെ കാര്യമൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വേദ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്ന സമയത്തിന് പത്മത്തിനും ഒരുപാട് സങ്കടമായിരിക്കും. എന്നാലും ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടായിരിക്കും വേദമോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് എന്നൊരു ഡൗട്ടായിരിക്കട്ടോ മുത്തശ്ശി. പത്മം ഇങ്ങനെയൊക്കെ അമ്പലത്തിൽ വെച്ചിട്ട് കമലമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മുത്തശ്ശിക്ക് അറിയില്ല. പത്മം ആ കാര്യങ്ങളൊന്നും തന്നെ മുത്തശ്ശിയോട് പറയാത്തത് കൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നത് എന്നൊരു ഡൗട്ടായിരിക്കട്ടോ മുത്തശ്ശിക്ക്. പക്ഷേ ആ സമയത്ത് വേദനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആരും അതിനെ പറ്റിയിട്ട് വേദയോടൊന്നും തന്നെ ചോദിക്കുന്നില്ല. മുത്തശ്ശിയും അതിനെ പറ്റിയിട്ട് വേദയോടൊന്നും ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, വേദ ഭയങ്കര സങ്കടപ്പെട്ട് വാതിലടച്ച് കഥക് അടച്ചിങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുമായിരിക്കും. വേദ ചിന്തിക്കുന്നത് വിക്രത്തിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും. തങ്ങൾ രണ്ടുപേരുമായിട്ട് ആ ഒരു കാട്ടിൽ അകപ്പെട്ട സമയത്ത് എത്രമാത്രം സ്നേഹത്തോടെയാണ് വിക്രം തന്നെ കെയർ ചെയ്തിരിക്കുന്നത്. ഒരുപാടധികം ഇഷ്ടത്തോടു കൂടി തന്നെ താനും വിക്രമും ഒരുപാട് സമയം ചെലവഴിച്ചതല്ലേ, എന്നിട്ട് പോലും വിക്രം തന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിങ്ങനെ മുറിയിലിരിക്കുമായിരിക്കും വേദ. ഇതേ സമയത്തിന് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടുകാരായിരിക്കും. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ ഉറങ്ങാണ്. ആ സമയത്തിനെ മാഷും കമലമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കാണ്. മാഷിന്റെ മനസ്സിലാണെങ്കിൽ ഇപ്പൊ വേദയോട് ഭയങ്കര സ്നേഹമായിരിക്കും. വേദമോളുടെ കാര്യം ആലോചിച്ചിട്ട് മാഷ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മാഷെ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ മാഷി പറഞ്ഞിട്ട്, വേറെന്താ ആലോചിക്കാൻ, ഞാൻ ആ കുട്ടീനെ പറ്റിയിട്ട് മാത്രം ആലോചിക്കുകയായിരുന്നു. ഇത്ര ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് നമ്മളെ വിട്ടുപോയപ്പോ അത് ആലോചിക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ എന്നൊക്കെ. അന്നേരം അതേ മാഷെ, ആ ഒരു സങ്കടം എനിക്കുണ്ടെന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിനെ മാഷ് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അവൾ ഇവിടെ നിന്ന് പോവാൻ ഒറ്റ കാരണക്കാരി നീയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ കമലമ്മ ചോദിക്കുന്നുണ്ട്, മാഷ് എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്, എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അവളെ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് മനഃപൂർവ്വം പറഞ്ഞയച്ചതാണെന്നാണോ? എനിക്ക് എന്റെ മരുമക്കളിൽ ഒരുപാട് ഇഷ്ടമാണ് വേദേ. ഇത്ര കാലം ഞാൻ അവളെ എന്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കണ്ടത്. മരുമക്കളിൽ വെച്ച് എനിക്ക് അവളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടോ കമലമ്മ. കമലമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് മാഷിനൊരു അത്ഭുതമായിരിക്കും. എന്നിട്ട് പറഞ്ഞിട്ട്, എനിക്കിപ്പോഴും നിന്നെ മനസ്സിലാവുന്നില്ലേ കമല എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, അതേ മാഷെ, അന്ന് അവൾ വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറഞ്ഞ സമയത്തിന് എനിക്ക് അവളോട് എന്റെ മനസ്സിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ അവളോട് പരിഭവം കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും അവളോടുള്ള ഇഷ്ടത്തിൽ എനിക്ക് ഇന്നേ വരെ ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവൾ ഒരിക്കലും ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല. അവൾ എത്രയോ സമ്പന്നതയിൽ കഴിഞ്ഞവളാണ്. വീട്ടുകാരുടെയൊക്കെ സ്നേഹം ആസ്വദിച്ച് കഴിഞ്ഞ നല്ല നിലയിൽ കഴിഞ്ഞൊരു കുട്ടിയായിരുന്നു. എന്നിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നമ്മളുമായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് വരുമായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വിക്രമിനെ അവൾ ഒരുപാട് സ്നേഹിച്ചു. എങ്ങനെയെങ്കിലും വിക്രമിനെ മാറ്റിയെടുക്കാനൊക്കെ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവൾ നോക്കി. എന്നിട്ട് ഇന്നേ വരെ വിക്രം മാറിയോ? ഇല്ലല്ലോ മാഷേ. വേദമോളെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ വീണ്ടും വീണ്ടും അവന്റെ തെറ്റുകളെങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേദമോളെ മുൻനിർത്തിയിട്ടാണെങ്കിലും അവൻ വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ആ കുട്ടീനെയും ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയത്. ആ പാവക്കുട്ടി അതിന്റെ പേരിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു 2-3 ദിവസം. ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കണ്ടേ? അവളെ ഇത്ര കാലം വളർത്തി വലുതാക്കിയ അവൾക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവളുടെ വീട്ടുകാർ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. നമ്മുടെ മോനുമായിട്ട് അവൾ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമല്ലേ ഇങ്ങനൊരു വീടായിട്ട് പോലും ഇങ്ങനൊരു സാഹചര്യമായിട്ട് പോലും അവരുടെ മകളെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അവൾ നേരിടേണ്ടി വന്നത് അവൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷകരമായിട്ടൊരു ജീവിതമാണോ? അല്ലല്ലോ. കോടതി കേസ്, വഴക്ക്, വക്കാണമല്ലാതെ എന്താണ് ആ കുട്ടിക്ക് വിക്രമിൽ നിന്നും കിട്ടിയിട്ടുള്ളത്?
കമലമ്മയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിനെ മാഷിനും വല്ലാത്ത സങ്കടമായിരിക്കും. എന്നിട്ട് മാഷി ചോദിക്കുന്നുണ്ട്, എന്താ കമലെ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ നീ ആ കുട്ടിയോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞത്? അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്നു കയറിയപ്പോൾ തന്നെ നിനക്കറിയാമായിരുന്നല്ലോ നിന്റെ മകന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന്. ആ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു പെൺകുട്ടി വേണ്ട എന്ന കാര്യം നിനക്കറിയാമായിരുന്നില്ലേ? പിന്നെ എന്തിനായിരുന്നു നീ സ്നേഹം നടിച്ച് ആ പെൺകുട്ടീനെ ഇങ്ങോട്ടേക്ക് കൈപ്പിടിച്ച് കയറ്റിയത് എന്നൊക്കെ ചോദിക്കാണ് മാഷ്. എന്നിട്ടിപ്പോൾ ആ പെൺകുട്ടീനെ തന്നെ നീ ഇവിടെ നിന്നും ഇറക്കി വിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, മാഷേ, ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് കയറി വന്ന വിക്രത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാടധികം മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ അവൻ ഒത്തിരി പോലും മാറിയിട്ടില്ലല്ലോ മാഷേ. അപ്പം മാഷി പറഞ്ഞിട്ട്, ഇതൊക്കെ എനിക്കറിയാമായിരുന്നു, വിക്രമിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് വിക്രമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പെണ്ണൊന്നും വേണ്ടാന്ന്. അതും നല്ലൊരു പെൺകുട്ടിയായിരുന്നു വേദമോള്. അറിവും വിദ്യാഭ്യാസവും കഴിവും എല്ലാം തികഞ്ഞൊരു പെൺകുട്ടി. അങ്ങനെ ഒരു പെൺകുട്ടിയെ അവനക്ക് ജീവിതത്തിൽ പോലും കിട്ടില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ഒരിക്കലും അവൻ അർഹിച്ചിട്ടില്ല. പിന്നെ അവൻ ഒരിക്കലും ജീവിതത്തിൽ നേരാവില്ല എന്ന് തീരുമാനിച്ചവനാണ്. അന്നേരം കമലമ്മ പറഞ്ഞിട്ട്, മാഷെ, അവൾ എവിടെ നിന്ന് പറഞ്ഞയക്കാൻ എനിക്കൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് അമ്പലത്തിൽ ചെന്നപ്പോൾ പത്മത്തിനെ കണ്ടിരുന്നു. പത്മത്തിന്റെ ആവശ്യപ്രകാരം മാത്രമാണ് ഞാൻ വേദമോളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. അവർക്കിനി അവൾ ഇവിടെ താമസിക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. വിക്രമുമായിട്ട് വേദ ഇനി ജീവിക്കുന്നതിൽ അവർക്കൊരിക്കലും അങ്ങനെ ഒരു ജീവിതത്തിനോട് താല്പര്യമില്ല. അവർക്കിപ്പോൾ അവളുടെ മകൾ ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിൽ നല്ല പേടിയുണ്ട്. വിക്രം കാരണം ഇനി വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പോലും അവർ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ എന്താ മാഷെ നമ്മൾ നേടുന്നത്? പിന്നെ വിക്രമിന്റെ ഈ ഒരു ജീവിതത്തിൽ അവളും കൂടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെങ്ങനെ സമാധാനം പറയും? അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കും നല്ല വിഷമമുണ്ട്. എനിക്ക് ഒരിക്കലും മനസ്സോടെയല്ല ഞാൻ അവളെ എവിടെ നിന്നും ഇറക്കി വിട്ടത്. ഒരുപാടധികം സങ്കടത്തോടു കൂടെ ഒരുപാടധികം സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വേദമോളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അവളെ ഇവിടെ നിന്നും ഇറക്കി വിടുന്ന സമയത്ത് കുറച്ച് വിഷമം അനുഭവിച്ചാലും ആ കുട്ടിക്ക് നാളെ നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അത് തന്നെയല്ലേ എനിക്കും സന്തോഷം. ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുക എന്ന് വെച്ചാൽ അതിന് പരം എനിക്ക് മറ്റൊരു സന്തോഷമില്ല മാഷേ എന്നൊക്കെ പറയട്ടെ കമലം. ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ അവളുടെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടില്ല എങ്കിൽ വിക്രം കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്റെ ജീവിതത്തിൽ എന്നും തീരാ നഷ്ടം മാത്രമായിരിക്കും. പിന്നെ അതോർത്ത് കുറ്റബോധം കൊണ്ട് തന്നെ ഞാൻ നീറി നീറി ജീവിക്കേണ്ട. അതിലും നല്ലതല്ലേ മാഷെ, കുറച്ച് വേദന സഹിച്ചിട്ടാണെങ്കിലും ഞാൻ അവളോട് ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയായിരിക്കട്ടെ കമലം. അന്നേരം മാഷി ചോദിക്കുന്നൊരു, കമലെ, നിനക്ക് എന്ത് പറ്റി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, അതേ മാഷെ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ മകന്റെ ജീവിതത്തിന് ഏറ്റവും യോജിച്ച പെൺകുട്ടി തന്നെയായിരുന്നു വേദമോള്. ഇത്ര കാലം എന്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് ഞാൻ അവളെ സ്നേഹിച്ചതും. അവളിൽ നിന്ന് തിരിച്ചും ഒരു അമ്മയെ പോലെയുള്ള സ്നേഹം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇത്ര കാലം സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അവൾ എന്നെ സ്നേഹിച്ചത്. വിക്രമിനെയും അവൾ ഒരുപാടധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ അത്രയും നല്ല മനസ്സിലൊരു പെൺകുട്ടിയുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കേണ്ട മാഷേ. ഇനി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അവൾ ഏതായാലും അവളുടെ വീട്ടിൽ വളരെയധികം സന്തോഷവതിയായിട്ട് തന്നെ ജീവിക്കും. കുറച്ച് ദിവസം ഏതായാലും വേദമോൾക്ക് അങ്ങനെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം അവളുടെ വീട്ടുകാർ അവളുടെ കല്യാണം കഴിപ്പിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കമലമ്മയുടെ വാക്കെല്ലാം കേട്ടതിന് ശേഷം സുധാകരൻ മാഷി ചോദിക്കുന്നുണ്ട്, കമലം, അങ്ങനെ മറ്റൊരു ജീവിതം വേദമോള് തിരഞ്ഞെടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്ര കാലം വേദ ഇവിടെ കടിച്ചു പിടിച്ച് നിന്നിട്ട് പോലും നിനക്കതാണോ അവളിൽ നിന്നും മനസ്സിലായത്? വെറും ഒരു താലിയുടെ പേരിൽ മാത്രം അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു താലിനെ അവൾ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായി. ആ താലിനെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിനക്ക് മനസ്സിലായതല്ലേ കമൽ? അങ്ങനെയുള്ള ഒരാൾ വിക്രമിനെ ഒഴിവാക്കിയിട്ട് മറ്റൊരു ജീവിതം സെലക്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം കമലം പറഞ്ഞിട്ട്, അതൊന്നും എനിക്കറിയില്ല, എന്റെ മോളാണ് അവള്, അതുകൊണ്ട് അവളുടെ ജീവന്റെ സുരക്ഷ മാത്രമാണ് ഇപ്പൊ ഞാൻ നോക്കിയത്. വിക്രമിന്റെ ജീവിതം ഇനി എങ്ങനെ പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവൻ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടുമില്ല. ആ വാസവന്റെ ആൾക്കാരെ ഇത്രത്തോളം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യാനും അവന്മാരും മടിക്കില്ല. അങ്ങനെയുള്ള അവളെ ഇവിടെ നിൽക്കുന്നതിലും നല്ലത് അവളുടെ വീട്ടിൽ അവൾ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന അത്രത്തോളം നിൽക്കട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ വിചാരിച്ചു. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനും ഞാൻ തീരുമാനിച്ചത്. ഇനി ഏതായാലും അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ആ കുട്ടി ഏതോ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് കയറി വന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു. അത്രമാത്രം നമ്മളിപ്പോൾ വിചാരിച്ചാൽ മതി. ഒരു സ്വപ്നം പോലെ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇനി ഏതായാലും അതിനെ പറ്റിയിട്ട് ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് കമലമ്മ അങ്ങോട്ടേ കിടക്കും. കമലമ്മയാണെങ്കിൽ സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരിക്കട്ടോ. കാരണം വേദമോളുടെ കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ കമലമ്മയുടെ മനസ്സിങ്ങനെ നെഞ്ചു നീറുന്നത് പോലെ ഭയങ്കര സങ്കടത്തിലായിരിക്കും കമലം. പിന്നീട് കാണിക്കുന്നത് വേദയായിരിക്കും. വേദ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണം, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വേദയുടെ സങ്കടം കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശി ഇങ്ങനെ മുറിയിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി വന്ന് പറഞ്ഞിട്ട്, വേദമോളെ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഏതായാലും നീ മനസ്സ് വിഷമിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് ചോദിച്ചിട്ട് ഇപ്പോൾ നിന്റെ മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് മോളെ ഞാനൊന്നും ചോദിക്കാത്തത്. പക്ഷേ അതിന് പകരമായിട്ട് നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുന്നത് എന്തിനാണ് വേദേ? നീ എന്തെങ്കിലും കഴിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർബന്ധിക്കാണ് മുത്തശ്ശി. ഇതേ സമയത്ത് തന്നെ പത്മമാണെങ്കിൽ വേദമോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
അന്നേരം വേദ പറഞ്ഞിട്ട് വേണ്ടമ്മേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ മോളെ, നീ വന്നിട്ട് ഇത്ര നേരമായിട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഇനി എനിക്കെന്തിനാ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് വേദ ഭയങ്കര വിഷമത്തിലായിരിക്കും. അന്നേരം മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാണ് മുത്തശ്ശി. അന്നേരം മുത്തശ്ശിയോടായിട്ട് വേദ പറഞ്ഞിട്ട് വിക്രമിനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല മുത്തശ്ശി. പക്ഷേ വിക്രം ഒരിക്കലും എന്റെ സ്നേഹമൊന്നും മനസ്സിലാക്കിയില്ല. ഞാൻ അവനെ എത്രമാത്രം സ്നേഹിച്ചു, അവനെ മാത്രമല്ല അവന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ അവരൊന്നും ഇന്നേവരെ എന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. വിക്രം ഇന്നേവരെ എന്നെ ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സ്നേഹം ഒരിക്കൽ പോലും വിക്രമിന്റെ മനസ്സിൽ തോന്നിയിട്ടില്ലത്രേ. അങ്ങനെയുള്ള വിക്രമിന്റെ വീട്ടിൽ ഞാൻ ഇനിയും നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് മുത്തശ്ശി? ഇത്ര കാലം എന്റെ ഭർത്താവായിട്ട് തന്നെയാണ് ഞാൻ വിക്രമിനെ കണ്ടതും ആ അധികാരത്തിൽ തന്നെയാണ് ഇത്ര കാലം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞതും. എന്നിട്ടിപ്പോ ഞാനിപ്പോ വിക്രമിന്റെ ആരുമല്ല എന്നൊരു തോന്നലാണ് വിക്രമിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എന്നെ കൊണ്ട് സാധിച്ചില്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് വേദ മുത്തശ്ശിയുടെ മടിയിൽ കിടന്നിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും. വേദയുടെ കരച്ചിൽ കണ്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഒട്ടും തന്നെ സഹിക്കാനേ പറ്റുന്നില്ല. പത്മത്തിനും വേദയുടെ ആ ഒരു കരച്ചിൽ കാണുന്ന സമയത്തിന് ഭയങ്കര സങ്കടമായിരിക്കും. ഇനിയിപ്പോൾ വേദമോൾ കുറച്ച് വിഷമം സഹിച്ചാലും വേണ്ടില്ല, വിക്രമിനെയും വേദയും എന്നേക്കുമായിട്ട് പിരിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തിലായിരിക്കട്ടെ പത്മം. എങ്ങനെയെങ്കിലും തൻ്റെ മോളെ വേദമോളുടെ ജീവിതം സുരക്ഷിതമാക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ പത്മത്തിനുള്ളൂ. മുത്തശ്ശി ഏതായാലും വേദ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നതിന് മോൾ ഇനി ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാവുമെന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം വേദ പറഞ്ഞിട്ട് എന്നത് ശരിയാവുന്ന മുത്തശ്ശി, അതൊന്നും ഇനി ഒരിക്കലും നേരെയാവാനൊന്നും പോകുന്നത്. വിക്രത്തിന് ഇനി എന്നെ ആവശ്യമില്ല മുത്തശ്ശി. വിക്രം ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നാ വിക്രം പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്നെ സ്നേഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദ ഭയങ്കര കരച്ചിലായിരിക്കും. അന്നേരം മുത്തശ്ശി പറഞ്ഞൊരു മോളെ അതൊക്കെ നിന്റെ തോന്നലായിരിക്കും, അവന്റെ മനസ്സ് നിനക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്തന്നെ വേദ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് മുത്തശ്ശി, വിക്രത്തിന്റെ മനസ്സിൽ ഞാനില്ലെങ്കിലും എന്റെ മനസ്സിൽ നിറച്ചും വിക്രം മാത്രമാണ് മുത്തശ്ശി. ഇനി ഈ ജന്മം ഒരിക്കലും വിക്രത്തിന്റെ സ്ഥാനത്തിൽ മറ്റൊരാളെയും എനിക്ക് കാണാൻ പറ്റില്ല എന്നിങ്ങനെ വേദ അങ്ങ് തീർത്തു പറയും. വിക്രമിനെ അല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്ത് എനിക്ക് കാണാൻ പറ്റില്ല എന്നിങ്ങനെ വേദ തറപ്പിച്ച് പറയുന്നതും കേട്ടുകൊണ്ട് തന്നെ പത്മത്തിന് ആകെ പേടിയാവുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരെയും പിരിക്കാലോ എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമായിരുന്നല്ലോ ഇങ്ങനെ ഒരു പ്രവൃത്തി പത്മം ചെയ്തത്. പക്ഷേ വേദയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ പത്മം ആകെ അങ്ങനെ അമ്പരന്ന് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും